ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSCയുടെ കീഴിൽ വരുന്ന CDS NDA ഒക്കെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് CDSൻ്റെ എക്സാമിനേഷൻ ആണ് കേട്ടോ. CDS എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ്. ചെറുപ്രായത്തിൽ തന്നെ ഈ പറയുന്ന UPSC വഴി ഡിഫൻസ് സർവീസിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം. നമുക്ക് NDA ഉണ്ട്, ഈ പറയുന്ന CDS ഉണ്ട്. CDS ഡിഗ്രി ലെവലും NDA എന്ന് പറയുന്നത് +2 ലെവലുമാണ്. അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സെയിം ആണ്, പ്രൊസീജിയേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം. എന്തായാലും ഈ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ ലൈവ് ആയിട്ടുണ്ട്. ഡേറ്റ് 28/5/2025 ആണ്. മെയ് 28 തൊട്ട് ജൂൺ 17 വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ജൂൺ 17 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ UPSC ആണ്, സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡും ടഫ്നെസ്സും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്താൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, 1 ലക്ഷത്തിൽ പുറത്ത് സാലറി മേടിക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ് ഈ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻക്ലൂഡിങ് SSC വിമന്റെ നോൺ ടെക്നിക്കൽ കോഴ്സും ഉണ്ട്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ പറയട്ടെ, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് പ്രയോറിറ്റി വരുന്നത്. അതായത് അവർക്കാണ് ഈ ഒരു ചാൻസ് ഉള്ളതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ചെറിയ ഏജ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏജ് ലിമിറ്റും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് മറക്കണ്ട. 28 തൊട്ട് 17 ജൂൺ വരെയാണ് നിങ്ങൾക്ക് ടൈം വരുന്നത് കേട്ടോ. 28 തൊട്ട് 17 ജൂൺ വരെയാണ് സമയം വരുന്നത്. പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. UPSCയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തവരായാലും ചെയ്യാത്തവരായാലും പുതിയ ലോഗിൻ ID വെച്ചിട്ട് വേണം കയറാൻ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലാണ്. ഈ ഒരു വർഷം തൊട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ പോർട്ടൽ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി UPSC രജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും പുതിയ പോർട്ടൽ വഴി മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ദ ഓൾഡ് വൺ ടൈം രജിസ്ട്രേഷൻ മൊഡ്യൂൾ വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ UPSCയിൽ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അല്ല, മുന്നേ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിൽ 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ നെയിംസും കാര്യങ്ങളും എല്ലാം പറയുന്നത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, പിന്നെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ കാര്യങ്ങളും കോമൺ ആപ്ലിക്കേഷൻ ഫോമും എല്ലാം ശരിയാണ്. ലാസ്റ്റ് വരുന്ന ഏത് എക്സാം ആണ് സെലക്ട് ചെയ്യണമെന്ന് മാത്രമുള്ള പോയിന്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് ആയിട്ട് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ CDSും വന്നിട്ടുണ്ട്, NDA വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 14 എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ എക്സാം ഒരേ ഡേറ്റിലാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യണം. ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പോകുന്ന എക്സാം, അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, https.upsconline.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് നോർമൽ കാൻഡിഡേറ്റ്സിന്. 200 rupees ആണ് CDS എക്സാമിനേഷന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ഓൺ ടൈം രജിസ്ട്രേഷൻ്റെ നമ്പേഴ്സ് കിട്ടും. ആധാർ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അത് ഈസിയാണ്. ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, എത്രയാണെന്നുള്ളൊരു കാര്യം. പിന്നെ ടോട്ടൽ വാക്കൻസിയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ വാക്കൻസിയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 453 വാക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, 453 വാക്കൻസി. എത്രയാണ്? 453 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിളിച്ചിരിക്കുന്നത് ഓരോ പ്ലേസിലേക്കാണെന്ന് മനസ്സിലാക്കണം. എപ്പോഴും ഈ CDS എക്സാമിനേഷൻ വിളിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്ന IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക്. പിന്നെ എന്താണ്? ഇന്ത്യൻ നേവൽ അക്കാഡമി. അതെവിടെയാണ്? ഏഴിമലയാണ്. നമ്മുടെ ഏഴിമലയാണ്, കേരളത്തിലാണ്. അവിടെയാണ് വിളിക്കുന്നത്. പിന്നെ വരുന്നത് എയർഫോഴ്സ് അക്കാഡമി നമ്മുടെ ഹൈദരാബാദിലാണ്. അപ്പം ഒന്ന് മിലിറ്ററി അക്കാഡമിയാണ്, ഒന്ന് എയർഫോഴ്സ് അക്കാഡമിയാണ്, ഒന്ന് നേവൽ അക്കാഡമിയാണ്. ഈ 3 അക്കാഡമി. പിന്നെ ഇതിന് പുറമെ ഷോർട്ട് സർവീസ് കമ്മീഷന്റെ കീഴിൽ വരുന്ന ബാക്കിയെല്ലാം പെർമനന്റ് കമ്മീഷൻസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ വരുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലൊക്കെ ഉള്ള
എന്തുണ്ട്, ഷോർട്ട് സർവീസ് കമ്മീഷനും നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വാക്കൻസി വിളിക്കാറുണ്ട് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വിമൻ കാൻഡിഡേറ്റ്സിന് വാക്കൻസി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്കും വിമൻസിന് വാക്കൻസി വരുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലാണ് SSC വിമണിന് വേണ്ടിയിട്ടുള്ള ഈ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വിമണിന് കയറാനുള്ള ഒരു അവസരം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എത്ര വാക്കൻസി ആണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, എത്ര വാക്കൻസി ആണെന്ന് നോക്കാം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്കുള്ളതിന് വേണ്ടി എത്രയാണ്, 100 വേക്കൻസീസ് ആണ് പറയുന്നത്. 100 വേക്കൻസി ആണ് പറയുന്നത്. പിന്നെ NCC ക്യാഡറ്റ്സിന് സെപ്പറേറ്റ് വാക്കൻസി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിലേക്ക് 26 വാക്കൻസീസ്. അതുപോലെ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലേക്ക് 32 വാക്കൻസി. അത് പ്രീ ഫ്ലൈയിങ് ആണ്. ശരിക്കും എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ഫ്ലൈയിങ് ബ്രാഞ്ചും ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചും ഉണ്ട്. അപ്പോൾ രണ്ടായിട്ടാണ് നിങ്ങൾക്ക് വിളിക്കുന്നത്. ഇനി അടുത്ത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്കുള്ളത് 276 വാക്കൻസീസ് മെൻ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും വിളിച്ചിട്ടുണ്ട്. വിമൻസിനാണെങ്കിൽ എത്രയാണ്, വിമണിനാണെങ്കിൽ 19 വാക്കൻസീസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. വിമൺ കാൻഡിഡേറ്റ്സിന് 19 വാക്കൻസീസ് ആണ് അവിടെ വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേറൊന്നിനും നമ്മുടെ വിമൺ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആകെ ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് 14 സെപ്റ്റംബർ 2025. സെപ്റ്റംബർ 14 എക്സാം വരുന്നത്. നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. 3 മാസം പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സമയമാണുള്ളത്. 3 മാസമൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ആ ഒരു രീതിയിൽ കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഏജ് ലിമിറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് പ്രോപ്പർലി പറയുന്നത്. എന്ത് ഡിഗ്രി ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. NCC കാൻഡിഡേറ്റ്സിന് സ്പെഷ്യൽ വാക്കൻസീസും എയർ വിങ് അങ്ങനത്തെയൊക്കെ ഇത് ചെയ്തിട്ടുള്ളവർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് എൻട്രി ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സെന്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയേണ്ടത് നമ്മുടെ സ്ഥലത്ത് സെന്റേഴ്സ് ഉണ്ടോ എന്നാണോ. ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരും ഉണ്ട്, അതുപോലെ നമ്മുടെ എവിടെയുണ്ട്, മുംബൈയിലുണ്ട്. പിന്നെ നമുക്ക് കേരളക്കാർക്ക് കൊച്ചിയിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് കാലിക്കട്ടും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും, ഇതെവിടെ കാണുന്നില്ലേ, ട്രിവാൻഡ്രത്തും. അങ്ങനെ 3 സ്ഥലത്താണ് വരുന്നത്. ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട്, കാലിക്കട്ട്. ഓക്കെ, ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കട്ട് ആണ് വരുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അല്ലാതെ നമുക്ക് ചെന്നൈ, മുംബൈ, ഹൈദരാബാദ് അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കോളാം. പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ആപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. കാരണം അലോട്ട്മെന്റ് ഓഫ് സെന്റേഴ്സ് വിൽ ബി ഓൺ ദ ഫസ്റ്റ് അപ്ലൈ അലോട്ട് ബേസിസ്. ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക്, അതായത് ഈ സെന്റർ നിങ്ങൾക്ക് ഓപ്ഷൻ കാണും. ട്രിവാൻഡ്രം ആണോ അല്ലെങ്കിൽ കൊച്ചിയാണോ എറണാകുളം ആണോ വെക്കേണ്ടത്, കൊച്ചിയാണോ കാലിക്കട്ട് ആണോ വെക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഓപ്ഷനിലേക്ക് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു വാക്കൻസി കിട്ടാൻ ചാൻസ് കുറവാണ്. അതായത് സെന്റർ ഓഫ് ദ ചോയ്സ് ഡ്യൂ ടു സീലിംഗ് വിൽ ബി റിക്വയർഡ് ടു ചൂസ് എ സെന്റർ ഫ്രം ദ റിമൈനിങ് വൺസ്. നിങ്ങളിപ്പോൾ അഥവാ നിങ്ങൾ താമസിച്ചു പോയി, ലേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സ്ഥലം തന്നെ കിട്ടണമെന്ന് ഇല്ല എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അലോട്ട്മെന്റ് ബേസിൽ കപ്പാസിറ്റി കുറവാണെന്നാണ് പറയുന്നത്. അവരുടെ UPSC എക്സാം നടത്തുന്ന സെന്റേഴ്സിന്റെ കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. എന്താ കേട്ടോ, ദേ മേ അപ്ലൈ ഇയർലി സോ ദേ കുഡ് ഗെറ്റ് എ സെന്റർ ഓഫ് ദെയർ ചോയ്സ്. നിങ്ങളുടെ സെന്റർ, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള സെന്റർ കിട്ടണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടെ അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി അടുത്ത നാഷണാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺ. ഇനി അടുത്ത ഏജ് ലിമിറ്റ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. മിലിറ്ററി അക്കാഡമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ക്ഷണിക്കുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക. 2 ജൂലൈ തൊട്ട് 2 ജൂലൈ 2002 അതുപോലെ 1 ജൂലൈ 2007 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ജൂലൈ 2002 1 ജൂലൈ 2007 ഇടയിൽ ജനിച്ചവരാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഡേറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, ഇതിനിടയിലാണോ വരുന്നത് എന്നുള്ളൊരു കാര്യം. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലും സെയിം ആണ് പറയുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് 2 ജൂലൈ 2002 1 ജൂലൈ 2007 ഇടയിലാണ് ജനിച്ചതെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എയർഫോഴ്സ് അക്കാഡമിയിലാണ് ചെറിയൊരു മാറ്റം വരുന്നത്. 20 to 24 ഇയേഴ്സ് ആസ് ഓൺ 1 ജൂലൈ 2026. 1 ജൂലൈ 1 2026 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സിനും 24 വയസ്സിനും ഇടയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ജൂലൈ 2002 ഇവിടെ ഒരു മാറ്റം 1 ജൂലൈ 2006 എന്നാണ്. 2006 എന്ന് പറഞ്ഞൊരു ടൈമാണ് ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത് കേട്ടോ.
1 ജൂലൈ 2006 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ് അപ്പർ ഏജ് ലിമിറ്റ് ഫോർ കാൻഡിഡേറ്റ്സ് ഹോൾഡിംഗ് വാലിഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ ഉണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 26 വയസ്സ് വരെ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്നുള്ളൊരു കാര്യം പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ട് പൈലറ്റ് ലൈസൻസ് എടുത്തവരാണ് നിങ്ങളെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഒരു 26 വയസ്സ് വരെ കിട്ടുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം 26 വയസ്സ് വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ പറയുന്നത്, ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ 25 വയസ്സിൽ കൂടിയവരാണ് നിങ്ങളെങ്കിൽ, കാരണം ബേസിക് ആയിട്ടുള്ള ഏജ് എത്രയാണ്, 20 to 24 ആണ്. ഇനി അതിനല്ല, നിങ്ങൾ 25 വയസ്സിൽ കൂടുതലാണെങ്കിൽ, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫാമിലി ഈസ് നോട്ട് പെർമിറ്റഡ്, മാരേജ് ഈസ് നോട്ട് പെർമിറ്റഡ് ഡ്യൂറിങ് ട്രെയിനിങ് സമയത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ല. മാരീഡ് കാൻഡിഡേറ്റ്സ് ഏജ്ഡ് 25 ഇയേഴ്സ് ഓർ എബോവ് ആർ എലിജിബിൾ ടു അപ്ലൈ ബട്ട് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡിൽ നെയ്തർ വിൽ ബി പ്രൊവൈഡഡ് മാരീഡ് അക്കോമഡേഷൻ, ഒരു മാരീഡ് അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് ആദ്യം തന്നെ ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിക്കും സെയിം ആണ് പറയുന്നത്. 2 ജൂലൈ 2001 1 ജൂലൈ 2007 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. വിമൺ കാൻഡിഡേറ്റ്സിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. നോൺ ടെക്നിക്കൽ കോഴ്സിലേക്ക് എത്ര തന്നെയാണ് 2 ജൂലൈ 2001 2 ജൂലൈ 2001 1 ജൂലൈ 2007 ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ അൺമാരീഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ വിഡോ ആയിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ ഡൈവോഴ്സി ആയിട്ട് നിൽക്കുന്നവരൊന്നും എന്തല്ല അൺമാരീഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവരെല്ലാം മാരീഡ് ആയിട്ട് തന്നെ പരിഗണിക്കണമെന്ന് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡൈവോഴ്സ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺമാരീഡ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. മിലിറ്ററി അക്കാഡമി അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി നിങ്ങൾക്ക് നോർമൽ ഡിഗ്രി മാത്രമാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മിലിറ്ററി അക്കാഡമി അല്ലെങ്കിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി വിമൻ കാൻഡിഡേറ്റ്സിനൊക്കെ എന്ത് മാത്രം മതി, ഡിഗ്രി മാത്രം മതി. ഇന്ത്യൻ നേവൽ അക്കാഡമി ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. നേവൽ അക്കാഡമി ആണെങ്കിൽ എന്ത് വേണം, എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. എയർഫോഴ്സ് അക്കാഡമി ആണെങ്കിൽ എന്ത് വേണം, ഡിഗ്രി ഓഫ് എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഡിഗ്രി ഉണ്ടായിരിക്കണം. എന്തിൽ, വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമെറ്റിക്സ്, ഫിസിക്സും മാത്തമെറ്റിക്സും പഠിച്ച ഒരു ഡിഗ്രിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതിലേക്ക്, എയർഫോഴ്സ് അക്കാഡമിയിലേക്ക്. അതുപോലെ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആയിരിക്കണം. ഓക്കെ, വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമെറ്റിക്സ് അറ്റ് 10+2 ലെവലാണ് കേട്ടോ. ഓക്കെ, ഫിസിക്സും മാത്തമെറ്റിക്സും +2 അല്ലെങ്കിൽ 10 ലെവൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊരു ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടെയും വരുന്നത് കേട്ടോ. ആ ഒരു ചോയ്സ് തന്നെയാണ് വരുന്നത്. ഡിഗ്രി ഓഫ് എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമെറ്റിക്സ് ആയിട്ട് 10 അല്ലെങ്കിൽ +2 ലെവലിലാണ്, ഡിഗ്രി ലെവലല്ല, 10 അല്ലെങ്കിൽ +2 ലെവലിലാണ്. അപ്പം പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി +2 സയൻസ് എടുത്തിട്ട് ഡിഗ്രി എടുത്തവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മനസ്സിലായല്ലോ. നേവലിന് മാത്രമാണ് എന്ത് പറയുന്നത്, എഞ്ചിനീയറിംഗിന്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അത്ര പോയിന്റ്സ് മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഫീസ് പറഞ്ഞിട്ടുണ്ട് 200 രൂപയാണ്. എന്താണ് എക്സെപ്റ്റിംഗ് ആരൊക്കെയാണ്, ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സിന്. ഫീമെയിലിനും SC ST കാൻഡിഡേറ്റ്സിനും എന്തില്ല, ഫീസ് കൊടുക്കണ്ട. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് എല്ലാവരും 200 രൂപ മസ്റ്റായിട്ട് പേ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 200 രൂപയാണ്. പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ എന്നല്ലേ. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ഒന്ന് റിട്ടൺ എക്സാമിനേഷൻ, ആദ്യം വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. അത് എന്ത് മോഡിലാണ്, നമ്മുടെ ഓഫ്ലൈൻ മോഡാണ് കേട്ടോ. ഓഫ്ലൈൻ OMR ഷീറ്റ് വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം എഴുതേണ്ടത്. ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്നും കൂടെ ഉള്ളൊരു കാര്യം നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. SSBയുടെ ഇൻ്റർവ്യൂ ആണ്. SSBയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള, അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റബിളും ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആദ്യം എന്തായാലും നിങ്ങൾ എന്തിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചാൽ മതി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്തിനെ പറ്റിയിട്ടാണ്, നിങ്ങളുടെ എക്സാമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ നമുക്ക് നോക്കാം. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിവിടെ കാണുന്നുണ്ടോ, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്, അവിടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ട്, GK ഉണ്ട്, മാത്സ് ഉണ്ട്. ഈ 3 സബ്ജക്റ്റാണ് വരുന്നത്. അപ്പം മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ഇംഗ്ലീഷ്, മാത്സ്, GK. ഇംഗ്ലീഷ്, മാത്സ്, GK 2 മണിക്കൂർ വീതം ഓരോ സബ്ജക്റ്റിനും ഉണ്ട്. അപ്പം അങ്ങനെ 6 മണിക്കൂറാണ്. എത്ര ക്വസ്റ്റ്യൻ, 300 ക്വസ്റ്റ്യൻ ആണ്. ടോട്ടലി 300 ക്വസ്റ്റ്യൻ 100 വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ.
100 വെച്ചിട്ടാണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് വിമൻ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇംഗ്ലീഷ് എത്രയാണ്? ഇംഗ്ലീഷ് കൊണ്ട് GK ഉണ്ട്, അവിടെ മാത്സ് ഇല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഇംഗ്ലീഷും GK മാത്രമാണ് ചോദിക്കുന്നത്. 4 മണിക്കൂറാണ്, 200 മാർക്കിനാണ് ചോദിക്കുന്നത്. 4 മണിക്കൂർ 200 മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഫസ്റ്റ് എന്താണ്? ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്, അതിന്റെ പാറ്റേൺ ആണ് ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്നത് ഇന്റർവ്യൂ ടെസ്റ്റ് ആണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് മെഡിക്കലും നമ്മൾ ഫൈനലി സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ചാൻസ് തന്നെയാണ്. ഏറ്റവും ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സാലറി ഉള്ള ഒരു ജോലി കിട്ടുക എന്നുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും CDSന്റെ എക്സാമിനേഷനാണ്. CDSന്റെ എക്സാമിനേഷനാണ്. ഇനി അടുത്ത് വരുന്നത് NDAയുടെ എക്സാമിനേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇതിപ്പം CDSന്റെ ആണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ NDAയുടെ എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളും പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് എൻ്റെ PDF വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.